ലോകത്തിലെ തന്നെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിനുള്ളതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജയന്തി ദിനത്തോടനുബന്ധിച്ച് പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ ഘോഷയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പറവൂർ MLAയും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ മുഖ്യാതിഥിയായി. ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജയന്തി ദിനത്തോടനുബന്ധിച്ച് പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. ചേന്ദമംഗലം കവലയ്ക്ക് സമീപമുള്ള യൂണിയൻ ആസ്ഥാന മന്ദിരത്തിലെ ഗുരുമണ്ഡപത്തിൽ നടന്ന പൂജയ്ക്ക് ശേഷമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ശ്രീനാരായണ ദർശനങ്ങളെ ആസ്പദമാക്കിയുള്ള നിശ്ചല ദൃശ്യങ്ങൾ, തെയ്യക്കോലങ്ങൾ, കാവടി, ശ്രീനാരായണീയ സ്തോത്രഗീതങ്ങൾ എന്നിവയും ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. കച്ചേരിപ്പടി, മുനിസിപ്പൽ കവല, KMK കവല, പുല്ലംകുളം വഴി നഗരം ചുറ്റി സമ്മേളന വേദിയായ ഡോക്ടർ PR ശാസ്ത്രി നഗറിലെത്തി. തുടർന്ന് നടന്ന സമാപന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവൻ അതിനപ്പുറത്ത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നു, അപരന്റെ സുഖത്തിനായി വരണം എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം വിശാലമായ മാനവിക ദർശനം, വിഭജനങ്ങളില്ലാതെ, വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ദർശനമാണ് നാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ചത്. ലോകത്തിലെ തന്നെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഗുരുവിനുള്ളതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് പറഞ്ഞ ആചാര്യനാണ് ഗുരുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സമാപന ചടങ്ങിൽ പറവൂർ MLAയും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ മുഖ്യാതിഥിയായി. മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി നമ്മളെ ശത്രുക്കളാക്കി നമ്മളെ പരസ്പരം പോരടിപ്പിക്കാൻ ഇപ്പോഴും ചില ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിനെ ചെറുത്തു തോൽപ്പിക്കണം. അതാണ് ഗുരുദർശനം നമുക്ക് നൽകുന്ന സന്ദേശം. അതാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും അതിനെതിരായ മൂല്യവത്തായ ആയുധമാണ് ഗുരുദർശനമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വിശിഷ്ടാതിഥികളെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിതിൻ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. യൂണിയൻ കൺവീനർ ഷൈജു മനയ്ക്കപ്പടി, നഗരസഭാ കൗൺസിലർ രഞ്ജിത്ത് മോഹൻ, ഷീബ വേണുഗോപാൽ, MP ബിനു, D ബാബു, കണ്ണൻ കൂട്ടുകാട്, VN നാഗേഷ്, PT ശിവസുധൻ, ഷൈജ മുരളീധരൻ, നിഖില ദിലീപ്, NK സജീവ്, അഖിൽ ശാന്തി, VR ഡോസൻ, ജോഷി പല്ലേക്കാട്ട്, D പ്രസന്നകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. യൂണിയൻ ഭാരവാഹികളായ CN രാധാകൃഷ്ണൻ, ഷൈജു മനയ്ക്കപ്പടി, PS ജയരാജ്, MP ബിനു, ഷീബ വേണുഗോപാൽ, D ബാബു, കണ്ണൻ കൂട്ടുകാട്, VN നാഗേഷ്, PT ശിവസുധൻ, KB സുഭാഷ്, MK ആഷിഖ്, ഷൈജ മുരളീധരൻ, നിഖില ദിലീപ്, NK സജീവ്, അഖിൽ ശാന്തി, VR ഡോസൻ, MR സുദർശനൻ, ജോഷി പല്ലേക്കാട്ട്, D പ്രസന്നകുമാർ, ബിന്ദു ബോസ് തുടങ്ങിയവർ ഘോഷയാത്രയ്ക്കും സമാപന സമ്മേളനത്തിനും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.